ഇന്നത്തെ സദസ്സിൽ നിങ്ങൾ ഒരു ഫോർമാലിറ്റീസും പ്രതീക്ഷിക്കരുത്. സദസ്സിന്റെ ചരിത്രത്തിലെന്നോ അല്ലെങ്കിൽ NTVയുടെ ചരിത്രത്തിലെന്നോ പറയാം, ഏറ്റവും ചെറിയൊരു ഗസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 4 വയസ്സുള്ള നമ്മുടെ സദസ്സിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. കേട്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഫോർമാലിറ്റീസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞില്ലേ, അതിന് ഒരു തെളിവാണ് ഇപ്പോൾ കേട്ട ഒരു ചുമ എന്ന് പറയുന്നത്. എന്നെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കോളറാണ് നൈല എന്ന് പറയുന്ന ഒരു മോളാണ്. നൈല മോള് എന്നെ കണ്ടല്ലോ അല്ലേ നിങ്ങളെല്ലാവരും. ഇതാണ് നൈല മോള്. നൈല മോളുടെ അമ്മ രഞ്ജിനി ഫോണിൽ വിളിക്കുമ്പോൾ അവസാനം വഴക്കിട്ട് ഞാൻ പാടട്ടെ എനിക്ക് ഇനിയും പാടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് അമ്മയായിട്ടൊക്കെ തല്ലൊക്കെ കൂടി ഫോൺ വെക്കുന്ന ഒരു കോളറാണ്. അതിലുപരി എന്നെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുള്ള കാര്യം, മോള് എന്നെ ആദ്യം വിളിക്കുമ്പോൾ എനിക്ക് പാടിത്തന്ന പാട്ട് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെയാണ്. ഒരു 4 വയസ്സുകാരിയിൽ നിന്ന് ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പാട്ടായിരുന്നു അത്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പറയുന്ന അർത്ഥവത്തായിട്ടുള്ളൊരു ഗാനം ഒരു 4 വയസ്സുകാരിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല അല്ലേ നിലമോളെ? അപ്പൊ ഞാൻ പറയുന്നു, മോൾ ഇന്നിവിടെ എന്ത് കാണിച്ചാലും അതൊരു ഒരു 4 വയസ്സുകാരിയുടെ കുട്ടിത്തം ആണ്. അതിന് നിങ്ങൾ അങ്ങനെ കാണാവൂ. അവൾ ചിലപ്പോൾ ഇടയ്ക്ക് ചുമച്ചെന്നിരിക്കും ഒക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആരും ഒന്നും ഇതെന്തായതെന്ന് കരുതരുത്. നമ്മുടെ വീട്ടിലെ ഒരു 4 വയസ്സുകാരി കുട്ടിയാണ്. നമ്മുടെ സദസ്സിന്റെ ഏറ്റവും ചെറിയൊരു മെമ്പറാണ് അവള്. അപ്പോൾ ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ ഇഷ്ടമായില്ലേ? നൈലയിൽ നിന്ന് ഞാൻ ഇന്നത്തെ സദസ്സ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഗസ്റ്റിനുള്ള ഒരു സെഗ്മെന്റും ഞാൻ ഏറ്റവും ചെറിയ ഒരു മോളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. എപ്പോഴും കുട്ടികളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു ഐശ്വര്യമാണ്. അത് മാത്രമല്ല നാളെ ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ. അപ്പോൾ എനിക്ക് എല്ലാ അവസരത്തിനും പറ്റിയ ഒരു ഗസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വരുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഇവിടെ സദസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരുന്നതാവുന്നു. അപ്പോൾ ഇന്നത്തെ സദസ്സിന് മറ്റ് വേറെ ഒന്നുമില്ല. നിങ്ങൾക്കെല്ലാം വിളിക്കാം, അതിനൊരു മാറ്റമില്ല. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. എന്നോടും നൈല മോളോടും സംസാരിക്കാം. ഒരു കുട്ടി ഗെയിം ഉണ്ടായിരിക്കും. ഇന്നത്തെ ഗെയിമിലും വിന്നർ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, വിന്നർ ഉണ്ടാവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, എന്നോടും നൈല മോളോടും സംസാരിക്കാം. അപ്പം നമുക്ക് ആദ്യം നൈല മോളോടൊന്ന് സംസാരിച്ച് നോക്കാം. ഹലോ പറഞ്ഞേ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ മോളുടെ പേര്? നൈല മോള് ആന്റിയെ കാണാറുണ്ടോ? ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മോള് ഇപ്പൊ എന്താ മോള് പാടി കൊടുക്കാൻ പോണേ? ആടി വാകാറ്റ്. ഈ നിമിഷം വരെ എന്നെ പറഞ്ഞിരുന്ന പാട്ടാണല്ല. ഓക്കെ, പഠിക്കാൻ മോള്. ആടിവാക്കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവ കന്തിപ്പൂവാണം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര ചെപ്പി വാ കുറുമുകിലി ഇത്ര പീസേ ഉള്ളു. ഇങ്ങോട്ട് നോക്കി ആരെടുത്താ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. അവിടെ മോളുടെ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും മോളുമായിട്ട് എന്തൊക്കെ ഇന്ററാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ 4 വയസ്സുകാരിയുടെ ഒരു കുട്ടിത്തമായിട്ട് മാത്രം കാണുക. അപ്പോൾ നമുക്കൊരു കോളർ ഇപ്പൊ വന്നിട്ടുണ്ട്. നമുക്ക് കോൾ എടുക്കാം. മോള് വീടരുത്. ഹലോ ആങ്കർ ചെയ്ത് നോക്കിയേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? ഞാനാണ് പ്രവീണാണ്. പ്രവീൺ, സുഖാണോ? പ്രവീൺ, നമ്മുടെ കുട്ടി ഗസ്റ്റിന് ഇഷ്ടമായോ? അയ്യോ, സോ ക്യൂട്ട്. നൈല മോളോടാ സംസാരിക്കുന്നത് നിങ്ങള്. ഹലോ പറഞ്ഞേ. ഹലോ നൈല മോളെ. ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അവിടെ ഉണ്ടോ? ഉറപ്പാണോ? ഇവിടെ ഇരിക്കണോ? ഞാൻ വിചാരിച്ചു മോള് നിൽക്കുകയാണോ? ഒരു പാട്ട് പാടിക്കൊടുത്ത ഞങ്ങളിന്. പാട്ട് പാടൂ. അയ്യോ, കുട്ടിക്ക് ചുമയാണ്, തൽക്കാലം പാടുന്നില്ല അവള്. പ്രവീൺ പാടുന്നുണ്ട്. കുറച്ചുമ്പോ പാടിയല്ലോ. ക്ലൈമറ്റ് മാറ്റത്തിന്റെ അസ്വസ്ഥതകൾ നൈല മോൾക്കും ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടി ചുമക്കുന്നുണ്ട്. പ്രവീൺ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും മോള് വിളിക്കുന്നത്? കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രവീൺ അന്ന് ചുമയൊന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അമ്മയായിട്ട് ഭയങ്കര തല്ലുകൂടലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇനിയും പാടണം എന്ന് പറയുന്നുണ്ടായിരുന്നു.
അപ്പോ പ്രവീൺ നമ്മുടെ ഈ ഒരു നമ്മൾക്ക് വേണ്ടിട്ട് ഞാൻ രണ്ടുപേരും പാട്ട് പാടട്ടെ. ആയിക്കോട്ടെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിലേ ഒരു പൈങ്കിളി മലർത്തേൻകിളി പൈങ്കിളി മലർത്തേൻകിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിലേ ഒരു പൈങ്കിളി മലർത്തേൻകിളി പൈങ്കിളി മലർത്തേൻകിളി. ഒരു പൈങ്കിളിയാണ്. ഇഷ്ടായോ? ഇഷ്ടായോ അങ്കിള് പാടിയത്? അവള് പാടുന്ന അത്ര ശരിയായിട്ടില്ല കേട്ടോ. പ്രവീൺ, ഞാനൊരു അഭിപ്രായം ഇപ്പൊ പ്രവീൺ വിളിച്ചപ്പോ ഞാനൊരു കാര്യം, ഇപ്പൊ ഞാൻ ഗെയിമൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷെ ഞാൻ ഇപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു. ഇന്ന് ഗെയിം വേണ്ട, വിളിക്കാം, നൈലമോളത്ത് സംസാരിക്കാം, അത് മതി അല്ലേ? അതല്ലേ വേണ്ടതല്ലേ? അപ്പൊ ഗെയിം വേണ്ട. നമ്മുടെ ഒരു കോളിനപ്പുറം പറഞ്ഞു നിന്ന നൈലമോളെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പ്രവീണിന്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണം. ആദ്യം തന്നെ ഒരു കുഞ്ഞു കോളിൽ സ്റ്റാർട്ട് ചെയ്തത് ഇഷ്ടമായോ? വളരെ ഇഷ്ടമായി. കാരണം ഇത് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് പ്രായക്കുള്ളതായിട്ടുള്ള മീൻസ് ഒരു അങ്ങനെയുള്ള ഒരു പേഴ്സണെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് കണ്ടപ്പോ ഒരു കുഞ്ഞു കുട്ടി, അതെനിക്ക് വളരെ ഇഷ്ടമായി. നന്നായി വളരെ നന്നായത്. നന്നായി അല്ലേ? അപ്പൊ എനിക്കിങ്ങനെ പേടിയുണ്ട്, ഇവളിങ്ങനെ കസേരയിലൊക്കെ ഇരുന്ന് തിരിയുന്നുണ്ട്, വീഴുമോ? ലൈവ് ഷോ ആണ്. ഞാൻ ഈ ആ ഒരു തന്റെ ഇടം ഷോജ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൊച്ചുകുട്ടി കൊണ്ടുവന്ന് ഫസ്റ്റ് തന്നെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. കേട്ടോ മോളെ ഇഷ്ടമായെന്ന് പറഞ്ഞ കേട്ടോ? അത് പ്രവീൺ അങ്കിളാ, അബുദാബിന്ന് വിളിക്കുന്ന അങ്കിളാ. അങ്കിൾ ഒരുപാട് തവണ മോളെ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, മോളെ ഇഷ്ടമാണെന്ന് അങ്കിൾ പറഞ്ഞത് കേട്ടോ. ശരി, അപ്പൊ ഇനി ഏത് പാട്ടാ മോള് പാടി കൊടുക്കുന്നേ? വീണ്ടും വീണ്ടും കുട്ടി ആടിവാകാറ്റ് തന്നെ പറയാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, നമുക്ക് അവളെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതി കൊണ്ട് നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല. കാരണം 4 വയസ്സാണ് അവൾക്ക്. അത് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് വിളിക്കുന്ന എല്ലാ കോളേഴ്സിന്റെയും പേര് ഞാൻ ലോട്ടിലേക്ക് ഇടും. നിങ്ങൾക്ക് നൈലമോളോട് സംസാരിക്കാനാണെങ്കിൽ അതാവാം. ഈ നിമിഷം വരെ ഞാനൊരു ഗെയിം ഉണ്ട് എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷെ കുട്ടിയുടെ ഈ കുട്ടത്തം കണ്ടപ്പോഴത്തേക്കും ഇനി ഇതിന്റെ ഇടയിൽ ഗെയിമും കൂടെ ആയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്ന എല്ലാ കോളേഴ്സിന്റെയും പേര് ലോട്ടിലേക്ക് ഇടും, സെലക്ട് ചെയ്യും. അവളിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാ മോളുടെ അമ്മയുടെ പേര് പറഞ്ഞേ? രഞ്ജിനി എന്നാണ്. നമ്മുടെ സ്ഥിരം കോളറാണ് രഞ്ജിനി, മീഡിയോരത്തിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. അച്ഛന്റെ പേരോ? വിനീത്. തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ശരി, വിനീത്. അച്ഛന്റെ മോളാണോ അമ്മയുടെ മോളാണോ മോള്? അച്ഛന്റെ മോള്. ഇവിടെ വന്ന അപ്പോഴും മുതൽ എന്നോട് പറയണ്ട അച്ഛനെയാണ് ഇഷ്ടം അല്ലേ? എന്നിട്ട് അച്ഛൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ കസേരയിൽ ഇരിക്കുവോ? എന്നോട് ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചോദിച്ചു എന്ന് എനിക്ക് ഒരു പിടിയില്ല. മോളുകുട്ടി വന്നപ്പോ ഞാനൊരു സെറ്റിയിൽ ഇരിക്കുവാണ്. ആന്റിക്ക് ബെഡൊന്നും ഇല്ലേ? സെറ്റിയിലാണോ കിടക്കുന്നേ? എന്തൊക്കെയാണ് അവള് ചോദിച്ചത്. ശരി, ഇനി എന്ത് പാട്ട് മോള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടും? മലരെ. ഓ, ഏറ്റവും ലേറ്റസ്റ്റ് ആയ പാട്ടാണ്, പാടിക്കോളൂ. മലരെ മലരെ നീ ഉലിരിൽ ചീത്ത കനിയഴകി. വളരെ നന്നായിട്ടുണ്ട്. മലരെ നീ ചീത്ത കനി അഴകിയതൊക്കെയാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എന്തായാലും എന്ത് രസമല്ലേ ആ ഒരു ഇന്നസെന്റ് ആയിട്ട് കുട്ടി സംസാരിക്കുന്നതും പാടുന്നതും ഒക്കെ കേൾക്കാൻ. അപ്പോൾ നൈലമോളെടുത്ത് സംസാരിക്കണം, പേര് ലോട്ടിലേക്ക് പോകണം, ഓസ്കാർ സിനിമാസിന്റെ കപ്പിൾ എൻട്രി പാസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ സുന്ദരി കുട്ടിയെ സംസാരിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, മോളോട് സംസാരിക്കാം. അപ്പോൾ ഇനി എല്ലാ വെള്ളിയാഴ്ചകളിലും വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങളിൽ ഒരാളുടെ സദസ്സിന്റെ പ്രേക്ഷകരിൽ നിന്ന് ഒരാളെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ സദസ്സിൽ എന്നോടൊപ്പം ഇവിടെ ഇരിക്കാനൊരു അവസരം തരുന്നതാകുന്നു. അപ്പോൾ ആദ്യത്തെ ഗസ്റ്റ്, നമ്മുടെ ആദ്യത്തെ കോളർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് പ്രവീൺ. വിളിച്ചിട്ട് ഒരു കുട്ടിയിൽ നിന്ന് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞത് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ നൈലമോളുടെ ഒരു ഫാൻ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ആരാ ഇത്? എന്റെ പേര് ആതിര. ആതിര അല്ലേ? അതെ. ആതിര, എന്താണ് തുടക്കത്തിലേ ചിരിച്ചത്? മനസ്സിലായോ? മോളുടെ ആതിര ആന്റി ആണെന്ന് തോന്നുന്നു.
ആണോ? മോളുടെ ആതിര ആന്റി ആണോ? ഹലോ, നിഹാർ ഇവിടെ ഉണ്ട്. നിഹാർ കളിക്കുക. നിഹാർ ചോദിച്ചു എവിടെയാന്ന് നീലിക്കുട്ടൻ. അപ്പൊ എന്താ ഇവിടെ തന്നെ ഉണ്ട്. അതെയാ? അമ്മ എവിടെ പോയി? അമ്മ ബാക്കിലിരിക്കുന്നു ക്യാമറേന്റെ അടുത്ത്. അതെയാ? അപ്പൊ ഇനി നമ്മുടെ നല്ല പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടൊക്കെ പാടിക്കൊടുക്ക. ഏത് പാട്ടാ ആതിര? ഏത് പാട്ടാ? മലരെ മലരൊന്നല്ല, നല്ല പാട്ടറിയാലോ. അറിയാലോ. ആതിര ഇവിടെ വന്നപ്പോ അവള് കൊറേ വർത്തമാനങ്ങളും നാട്ടുവർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ കൂട്ടത്തില് എന്റെ അടുത്ത് ആതിരയുടെ പേര് പറഞ്ഞിരുന്നു. ആതിരയും നിഹാലോ എന്താ മോളെ? എന്റെ മോളാണ്, 1 വയസ്സായിട്ട്. അതെ അതെ, ഞാൻ കളിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആതിരയുടെ പേരും എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ നൈലമോളെ TV കണ്ടപ്പോ സന്തോഷമായോ? സന്തോഷമായി. ആതിരാന്റിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുത്തേ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. വേണ്ട കണ്ണ, വേറെ പാടൂ. തേടി വരും കണ്ണുകളെ ഓടിയെത്തും സമി പെട്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പാടിയാൽ ഈശ്വര അയ്യപ്പൻ ഇറങ്ങി നൈലമോടെ കൂടെ വരുമല്ലോ അല്ലേ ആതിര? അയ്യപ്പൻ ഇറങ്ങി വരൂ. അതെ, ഉള്ള കയ്യിലുള്ള കുറുമ്പ് കണ്ടാലേ. ശരി ആതിര, അപ്പൊ എന്താ സന്തോഷം കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റും. ബൈ. അപ്പൊ നൈലമോളുടെ ആതിര ആന്റിയാണ് വിളിച്ചത് അല്ലേ? അപ്പൊ ഇത്ര പാട്ടുകളാ പാടുന്നത്, തേടി വരും കണ്ണുകളിലൊക്കെ അല്ലേ? ഇനി പഴയ പാട്ടറിയാമോ? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ പാടിക്കാൻ നോക്കട്ടെ. ചുമയുണ്ട്, സദയം ക്ഷമിക്കുക. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ പറയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പെതിമകളെ മറക്കൂ നിങ്ങളിൽ ദേവദാസിയെ മറക്കൂ. എന്താ ഞാൻ പറയണ്ട, ഞാൻ സ്പീച്ച്ലെസ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറക്കൂ ദൈവങ്ങളെ, ആ വിളിയൊക്കെ എത്ര സ്വീറ്റ് ആയിട്ടാണ് ഈ മോള് പാടുന്നത് അല്ലേ? മോള് സംഗീതം പഠിക്കുന്നില്ല, വെറും 4 വയസ്സേ ആയിട്ടുള്ളൂ, സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. എന്നിട്ട് ഇത്രയും പഴയ പാട്ടുകളൊക്കെ ബൈഹാർട്ട് ചെയ്ത് മോളുടെ അമ്മ രഞ്ജിനി എന്നോട് പറഞ്ഞത് ആരുടെയും ഹെൽപ്പ് വേണ്ട, യൂട്യൂബിൽ ഇങ്ങനെ പാട്ടിട്ട് അവൾ സ്വയം ഇഷ്ടപ്പെട്ട പാട്ടുകൾ പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു 4 വയസ്സുകാരിക്ക് ഒരിക്കലും അട്രാക്ഷൻ തോന്നാൻ സാധ്യത വളരെ കുറവുള്ള പാട്ടുകളാണ് ഈ തേടി വരും കണ്ണുകളിലും ഈ ഇപ്പം മോള് പാടിയ പാട്ടുമൊക്കെ. നല്ല ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും പറയാം മോള് നമ്മുടെ നാളത്തെ ഒരു താരമാണെന്ന്. ആ നാളത്തെ താരത്തെ ഇന്നേ NTVയിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ ഇടയ്ക്കുന്നൊക്കെ TV കാണാൻ തുടങ്ങിയവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം, ഇതൊരു ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാം ആണോ എന്ന് തോന്നിയിട്ടുണ്ടാവാം. അല്ല, ഇത് അതിനൊരു മുന്നോടിയാണ്. ചിൽഡ്രൻസ് ഡേയോട് അനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ട് മുന്നേ എനിക്ക് നൈലമോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു ബീച്ചിൽ പോയി, ബീച്ചിൽ പോയിട്ട് കളിച്ചു മൂക്കിലൊക്കെ വെള്ളമായി, അങ്ങനെയാണ് ഈ ചുമ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ചെയ്യത്തില്ല. അപ്പൊ ശരി, ഇന്നലെ കൊച്ചുകുട്ടിയിലാകും ചുമക്കാൻ നമുക്ക് ഒരു ചെറിയ അവസരം കൊടുക്കാം. സദസ്സിൽ ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം മടങ്ങി വരാം.
മിഡിയോ വെൽക്കം ബാക്ക് ടു സദസ്. ഞാൻ മോളെ കുറച്ചുകൂടെ എൻ്റെ അടുത്തേക്ക് ഇരുത്തിയിട്ടുണ്ട്. മോള് വീണ് പോകുമെന്നൊരു പേടി മോക്കുള്ളത് കൊണ്ട് മോളെ ഞാൻ അടുത്തേക്ക് ഇരുത്തിയിട്ടുണ്ട്. അടുത്തേക്ക് ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു മോള് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ചിന്നി ചിന്നിയൊക്കെ നമുക്ക് പാടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാടുന്നുണ്ടോ മോള്? പാടിക്കേ. ചിന്നി ചിന്നി മിന്നി തടങ്ങണ വാരിണി കണ്ണനക്ക് പൂവാലിച്ച പൂത്ത് കടങ്ങണ അഞ്ചേനി ചെനക്ക് നാളെ നാളെ അന്ന് നടക്കണം തേമുടിയെടുക്ക് നോക്ക് വെളുത്തള്ള തുടങ്ങണ ചേഴ് പൂമ്പോയ അടുത്ത് വെച്ചത് കളമ്പ് വെള്ളത്ത് പടത്തളവാ വലത്തെ വിശിലി ഞാനിട്ട് പൂവണക്ക് പൂവാകും അലിമാരെ പൊടുത്ത് കടവിലാടത്തി പിന്നുകൾ കണ്ണ് പിടിക്കും നാട്ടി വിളിച്ചെണ്ണ കീഴേണ് ഒടുത്ത് പൂവാക്കും അലിമാര കൊളുത്തടവിലെ കടത്തി പെണ്ണുകൾ കണ്ണി പിടിക്കും നാട്ടുകാരെ പൊണ്ണ് കാണിക്കണ കട്ടപ്പടക്കാക്കും. മതിയല്ലോ. ശരിക്കും ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണഴകുള്ള ഒരു മോളാണ് നൈല മോള്. അപ്പോ നല്ല ചുമയുണ്ട് കുട്ടിക്ക്. നമ്മളൊരു ഷോ ഇടാം അല്ലെങ്കിൽ ഒരു കെട്ട് വട്ടങ്ങളൊന്നും ഇന്നത്തെ ഷോയ്ക്ക് പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാം ആയിട്ട് കരുതിയാൽ മാത്രം മതി. 4 വയസ്സായ ഒരു കുട്ടിയെ ലൈവിൽ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കൊച്ചു 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 ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്തൊക്കെ അവൾ ചുമച്ചാലും ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ ഒരു ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സദസ്സിൻ്റെ ഏറ്റവും ചെറിയ പ്രേക്ഷകയാണ് അവള്. രഞ്ജിനി പറയുന്നത്, രഞ്ജിനി ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിൽ അവൾ രഞ്ജിനി ഉള്ള സമയത്തൊക്കെ മിടിയോരത്തിന്റെ ഒരു ടൈറ്റിൽ സോങ് കാണുമ്പോൾ തന്നെ സദസ് ഇങ്ങനെ തുടങ്ങാറാവുമ്പോൾ തന്നെ ദേ അമ്മേ വന്നു അമ്മേ വിളിക്കമ്മേ 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 എന്ന് പറഞ്ഞിട്ട് രഞ്ജിനിക്ക് ഒരു സ്വസ്ഥത കൊടുക്കൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണുള്ളതല്ലേ? അവള് കസേര ഇരുന്ന് കറങ്ങുകയോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കുകയോ ഇപ്പൊ കൊഞ്ഞനൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയാലും അതൊരു ഐശ്വര്യമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഒരു ഐശ്വര്യമായ തുടക്കമായിട്ടേ എനിക്കതിന് തോന്നുള്ളൂ. നിങ്ങൾ പ്രേക്ഷകരും അത് അങ്ങനെ തന്നെ എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നില്ലല്ലോ, എന്തിനാ ചുമച്ചത് എന്നൊരു അങ്ങനൊരു ചിന്താഗതിയെ പാടില്ല. നമ്മളെ വീട്ടിലുള്ള ഒരു 4 വയസ്സുള്ള കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേ പ്രതീക്ഷിക്കാവൂ. നല്ല നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്. നമുക്കത് ആരാന്ന് നോക്കാം. ഹലോ 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 വിളിച്ച ഹലോ ആരാന്ന് ചോദിച്ചേ? ആരാണ്? സീന അല്ലേ? സീന. സീന എവിടെന്നാ? ഷാർജയിൽ നിന്ന്. സീന ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അല്ലല്ല, നേരത്തെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടി ഗസ്റ്റിന് ഇഷ്ടമായോ? ഇഷ്ടമായി. സീനാന്റെ അടുത്ത് സുഖമാണോ ചോദിച്ചേ? അതെ, സുഖാണ്. സീനാന്റെ ഒരു പാട്ട് പാടി കൊടുക്കുവോ? മോൾക്കൊരു പാട്ട് പാടി കൊടുക്കുവോ? മോളൊരു പാട്ട് പാടി തരട്ടെ. മോക്ക് ചുമയുണ്ട്, മോൾ അധികം പാടിപ്പിക്കണ്ട. സീനാന്റെ പാടിക്കേ. പാടാൻ പറയും. പാട്. ഇഷ്ടമുള്ള പാട്ട് പാടാൻ പാടാം. സീനക്ക് ഇഷ്ടമായ ഒരു പാട്ട് പാടിക്കൊടുത്തേ മോൾക്ക്. സീനക്ക് കുട്ടികളൊക്കെ ഉണ്ടോ? എനിക്ക് ഒരു മോനുണ്ട്, 3 years. ടീന എന്നാണ് പേര്. ടീന അല്ലേ? ടീന. ഓക്കെ ടീന വർക്ക് ചെയ്യുവാണോ? അതെ. ഓക്കെ. അപ്പൊ ഇന്ന് നാളെ അവധിയാണോ? നാളെ അവധിയല്ല. അപ്പൊ നമ്മുടെ സദസ്സിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഉൾപ്പെടുത്തിയിരുന്ന കാര്യം അറിഞ്ഞിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, ഇപ്പഴാ ശ്രദ്ധിച്ചത്. ഇപ്പൊ മോളെ നേരത്തെ ഞാൻ വിളിച്ചു കണ്ടിട്ടുണ്ട്, ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും മോളുടെ ഒരു കോള് കേട്ടാ അത് ശ്രദ്ധിക്കും അല്ലേ? അതെ. എന്റെ മോളും ആക്ച്വലി സെയിം ഇങ്ങനെ പറയാറുണ്ട്, വിളിക്കുക വീഡിയോർത്തി വിളിക്കുന്നു. അപ്പൊ അത് വിളിച്ച് അത് പ്രൂവ് ചെയ്ത ഒരാളാ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. സീന പാടുന്നുണ്ടോ മോക്ക് വേണ്ടിട്ട് ഒരു കുട്ടിപ്പാട്ട്? സിംഗൽ കീടാവൂ നല്ല കുമള താമര പൂ. കേട്ടോ? കോമള താമര പൂവെന്നാ വിളിച്ചത് മോളെ. താങ്ക് യു പറഞ്ഞേ. ആന്റിയുടെ പേര് ലോട്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സീന, ഞാൻ പേര് ലോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു കുട്ടി മോളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. All the best for Molu. You will reach good heights. Thank you, Nora. Thank you. Bye bye Tina.
അപ്പൊ ടീനയായിരുന്നു നമ്മോടൊപ്പം നമ്മുടെ നൈല മോളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മോടൊപ്പം ചേർന്നത്. ഇഷ്ടമായോ ആന്റിയെ? ആന്റി പാടിയ പാട്ട് മോക്ക് അറിയോ? മോള് കേട്ടിട്ടുണ്ടോ? ഒന്ന് പാടിക്കേ. ചിന്നി ചിന്നി മിന്നി തളങ്ങണ വാരിണി കണ്ണനക്ക് മതി പൂത്ത കണക്ക്. മതി പറഞ്ഞ അപ്പത്തന്നെ നിർത്തി കേട്ടോ. ഞാൻ വിചാരിച്ചു നിർത്തില്ലായിരിക്കും. നല്ല ചുമയുണ്ട് മോൾക്ക്. എന്താ ഞാൻ പറയേണ്ടത്, എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ ഞാൻ ഇതുവരെ ഞാൻ ഒരു സാരഥിയിലോ ഒന്നിലും ഞാൻ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ആരാ ഇത്? അശ്വതി. എവിടെ നമ്മളെ? ഷാർജന്ന്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഹലോ, ഫോർത്തിലാ. ഏത് സ്കൂളിലാ? SIS ലാണ്. ഓക്കെ. അശ്വതി മോൾക്ക് നൈല മോളെ ഇഷ്ടമായോ? ഹായ് ചേച്ചി എന്ന് പറഞ്ഞേ. ഹായ് ചേച്ചി. ഹായ് നൈല. അശ്വതി ചേച്ചിക്ക് എന്താ ചോറൊക്കെ തിന്നോ? പാപ്പ ഒക്കെ കഴിച്ചോ ചോദിച്ചേ? ചോരക്കല്ലേ ചിന്ന തിന്നു. അപ്പൊ അശ്വതി മോൾ ഏത് പാട്ടാ നൈല മോൾക്ക് പാടിക്കൊടുക്കുന്നേ? കൺമണി എന്ന് പറഞ്ഞ പാട്ട്. ആ, പാടിക്കോ. കൺമണിയേ കൺമണിയേ പാട്ടുമോളുകില്ലേ, കൺമണിയേ കൺമണിയേ പാട്ടുമോളുകില്ലേ, കൺമുന്നിൽ കാണുന്ന ദേവാംശമല്ലേ, നോവൻ താളോടാനായി നിൻ സ്നേഹമില്ലേ, കണ്ണിൽ കണ്ണായി എന്നും നീ പാട്ടുമോളുകില്ലേ. വെരി നൈസ് മോളു, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. മോള് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഒരു ബൈ പറഞ്ഞേ. ബൈ ബൈ. അപ്പൊ എത്ര പേരാണ് നൈല മോളെ വിളിച്ചത്? പ്രവീൺ അങ്കിളെ വിളിച്ചു, ആതിര ആന്റി വിളിച്ചു, ടീന ആന്റി വിളിച്ചു, അശ്വതി ചേച്ചി വിളിച്ചു അല്ലേ? എല്ലാരും ഇഷ്ടമായോ? ഇവിടെ വന്നിട്ട് എങ്ങനെ ഇഷ്ടമായോ? എന്നെ ഇഷ്ടമായോ? ആന്റി ഇഷ്ടമായോ? NTV ഇഷ്ടമായോ? ഇനിയും മോള് സദസ്സിലെ ആ ട്യൂൺ കേൾക്കുമ്പോ ഓടി ഒന്ന് വിളിക്കുമല്ലോ അല്ലേ? ശരി. അപ്പൊ ഇന്നത്തെ സദസ്സിലെ ഈ കുട്ടി ഗസ്റ്റിനെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കുട്ടി ഗസ്റ്റ് ഇവിടെ കുറച്ചുകൂടെ സമയം ഇവിടെ AC തണുപ്പിലൊക്കെ ഇരുന്ന വീണ്ടും അതിന് ചുമ കൂടും. അപ്പോൾ ഇന്നത്തെ സദസ്സ് എന്താ ഒരു ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. നമ്മുടെ കോളേഴ്സിൽ ഒരു കുട്ടി മോളുണ്ടായിരുന്നു. അപ്പോൾ നൈല മോളെ, ഇതാണ് നൈല മോൾ. നമ്മുടെ വലിയ വലിയ പാട്ടുകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന മോൾ ഇതാണ് നൈല മോൾ. ഇന്ന് നമ്മുടെ അശ്വതിയാണ് വിന്നർ ആയിരിക്കുന്നത്. അതും ഒരു കുട്ടിക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. മോൾക്ക് കിട്ടുന്നത് ഓസ്കാർ സിനിമാസ് നൽകുന്ന കപ്പിൾ എൻട്രി പാസ്സാണ്. അപ്പൊ അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ട് പോയി ഷോ കാണുക കേട്ടോ. അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുമോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ. അപ്പൊ അശ്വതിയുടെ പാരന്റ്സ് ഇവിടെ NTV ഓഫീസിലേക്ക് വിളിച്ചാൽ നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതാകുന്നു. അപ്പൊ എന്റെ ഫസ്റ്റ് ഗസ്റ്റിനെ വളരെ ഐശ്വര്യപൂർവ്വമായി തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രവീൺ പറഞ്ഞതുപോലെ വലിയൊരു റിസ്ക് ആണ് ഞാൻ എടുത്തത്, ഒരു കുട്ടി മോളെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതിൽ. പക്ഷേ ഷീ മാനേജ്ഡ് വെരി വെൽ. നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ചുമച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയിൽ ഞാൻ നിങ്ങളിൽ നിന്ന് മറ്റൊരാളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതാകുന്നു. ഇന്നത്തെ സദസ്സിൽ നിന്ന് ഞാൻ ഷോജയും ഒപ്പം നൈല മോളും വിടവാങ്ങുന്നു. എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ. ബൈ.